ഇന്നലെയായിരുന്നു ഒരു നാടിനെ മുഴുവൻ തന്നെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത്. ആർക്കും അത് മറക്കാൻ സാധിക്കില്ല. നേദ്യ എന്ന പെൺകുട്ടിയുടെ മരണവാർത്ത ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽ നേദ്യ എന്ന 11 വയസ്സുകാരി അതിദാരുണമായി മരിക്കുന്നത്. കുറുമാത്തൂർ സ്കൂളിലെ ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ആ 19 കുട്ടികൾ. ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് സംസ്ഥാന പാതയിലേക്ക് എത്തുന്ന ഇടറോഡിലൂടെയാണ് ബസ് പാഞ്ഞെത്തിയത്. അങ്ങനെ പാഞ്ഞെത്തുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചതെന്നും പറയുന്നുണ്ട്. വളവോടുകൂടിയ കുത്തനെയുള്ള ഇറക്കം. ആ ഇറക്കത്തിൽ ബസ് നിയന്ത്രണം വിട്ടു അങ്ങനെ മുന്നോട്ടു പോയ ബസ് മറിയുകയായിരുന്നു. തെറിച്ചു വീണ കുട്ടി ബസ്സിനടിയിലായി ദാരുണാന്ത്യം സംഭവിച്ചു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേദ്യയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഡ്രൈവർ നിസാമിനും സുലോചനക്കും 18 കുട്ടികൾക്കും നിസാര പരിക്കുകളുണ്ട്. ഇന്നലെ സ്കൂളിലെ പുതുവത്സര ആഘോഷമായിരുന്നു. ആഘോഷം കഴിഞ്ഞ് അനിയത്തിക്ക് നൽകാൻ വേണ്ടി ഒരു കഷ്ണം കേക്ക് ചോദിച്ചു വാങ്ങിയാണ് നേദ്യ വീട്ടിലേക്ക് മടങ്ങിയത്. എൻ്റെ വീട്ടിലൊരു കുഞ്ഞാളുണ്ട്, അവൾക്ക് വേണ്ടി ഒരു കഷ്ണം കേക്ക് തരാമോ എന്ന് ചോദിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കിട്ടിയില്ലെങ്കിൽ പോലും അനുജത്തിക്ക് വേണ്ടി സാധാരണ ഭക്ഷണം വാങ്ങാൻ നേദ്യക്ക് വളരെയധികം താല്പര്യമാണ്. വീട്ടിലെ എല്ലാവരെയും സ്നേഹിക്കാനും പ്രത്യേകിച്ച് തൻ്റെ കുഞ്ഞ് അനുജത്തിയെ സ്നേഹിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് നേദ്യ എന്ന് കുടുംബക്കാരും പറയുന്നു. കലാമത്സരങ്ങളിൽ അവൾ നേടിയ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അവളുടെ ബാഗിൽ. അതെല്ലാം തന്നെ സ്കൂളുകാർ കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത്. സ്കൂൾ തുറന്ന ഉടനെ തന്നെ അത് നേദ്യയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി ഇതെല്ലാം അടുക്കി വെക്കണം എന്നൊക്കെ കുട്ടികളോട് ബസ്സിൽ നിന്ന് പറഞ്ഞിരുന്നു. നേദ്യ ബസ്സിൽ കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും ഈ ട്രോഫികൾ എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇന്ന മത്സരത്തിന് ലഭിച്ചതാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ എത്തിയ മരണം എന്നാണ് പറയേണ്ടത്. അങ്ങനെ കൊണ്ടുപോയ നേദ്യയെ ഓർത്ത് വിങ്ങിപ്പൊട്ടി കരയുകയാണ് അവരുടെ അധ്യാപകരും കൂട്ടുകാരും വീട്ടുകാരും. കുറുമാത്തൂർ ചിന്മയ സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിച്ച നേദ്യയുടെ മൃതദേഹത്തിന് മുന്നിൽ അവർ ഒന്നടങ്കം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ കരണമെന്ന് പറഞ്ഞു കരയിപ്പിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. പക്ഷേ അവർ അവരുടെ പ്രിയപ്പെട്ടവളെ അങ്ങനെ ഒരു ചലനമറ്റ ശരീരത്തിൽ കണ്ടപ്പോൾ അവർക്ക് താങ്ങാനായില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ വളക്കയിലുണ്ടായ അപകടത്തിലാണ് നേദ്യ എന്ന 11കാരിക്ക് ജീവൻ നഷ്ടമായത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ പഠനത്തിലൊക്കെ മിടുക്കിയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അത്രമാത്രം എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു. സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിച്ച നേദ്യയുടെ മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടുന്ന കൂട്ടുകാരുടെ കണ്ണുകളിലുണ്ടായിരുന്നു അവരുടെ സ്നേഹം. ഇന്നലെ ഇവിടെ ഹാപ്പിയായിട്ട് നടന്ന പിള്ളേർ ഒരിക്കലും ഇല്ലാത്ത ഒരു സന്തോഷമായിരുന്നു ഇന്നലെ ഇവിടെ. നേദ്യക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിരുന്നു. ബാക്കി കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇനി എന്തു ചെയ്യുമെന്നാണ് അധ്യാപകർ തന്നെ ചോദിക്കുന്നത്. അനിയത്തിക്ക് വേണ്ടി ഒരു കഷ്ണം കേക്കും വാങ്ങിയാണ് അവൾ പോയത്. ഇത് സംഭവിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതിയില്ല. കണ്ണീരോടെ ടീച്ചർമാരെല്ലാം നേദ്യയെക്കുറിച്ച് പറയുന്നു. ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ചതെന്ന് പോലും തോന്നിപ്പോകുന്നു. നല്ല മിടുക്കി കുട്ടിയായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു. ഒരു വഴക്കു പോലും കേൾക്കാതെ സ്കൂളിൽ നിന്ന് സന്തോഷമായി പോകുന്ന ഒരു വിദ്യാർത്ഥിനി ആയിരുന്നു.